Yes, students, last class we discussed the conditions and warranty, then difference between conditions and warranty. Then what is in this video we discuss about what is express and implied condition and warranty. Express conditions എന്ന് പറഞ്ഞാൽ these are expressly provided in the contract. അതായത് റിട്ടണോ ഓറലോ ആയിട്ട് നമ്മൾ എക്സ്പ്രസ്ലി പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസും വാറണ്ടീസുമാണ് എക്സ്പ്രസ് കണ്ടീഷൻ ആൻഡ് വാറണ്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയർ ഡിസയർ ടു ബൈ എ സോണി ടി വി മോഡൽ നമ്പർ 2062. അപ്പോൾ മോഡൽ നമ്പർ എന്ന് പറയുന്നത് എക്സ്പ്രസ് കണ്ടീഷൻ, അപ്പോൾ ആ മോഡൽ തന്നെ കൊടുത്തിരിക്കണം. ദെൻ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി പറഞ്ഞാൽ വിച്ച് ഇസ് ഇംപ്ലൈഡ് ബൈ ലോ ഇൻ എവറി കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് അൺലെസ് എ കോൺട്രറി ഇൻറ്റൻഷൻ അപ്പിയേഴ്സ് ഫ്രം ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. അപ്പോൾ ടേംസിലൊന്നും കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ നിയമപരമായി അതിൽ തന്നെ എന്താണ് ഹിഡൺ ആയിട്ട് ഉണ്ടാവുന്ന കണ്ടീഷൻസും വാറണ്ടീസും അതിനെയാണ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് എന്ന് പറയും. ദെൻ ഇംപ്ലൈഡ് കണ്ടീഷൻ എക്സ്പ്രസ് കണ്ടീഷൻസ് നമുക്ക് അത് തിയറി പഠിക്കാനില്ല. ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഇംപ്ലൈഡ് വാറണ്ടീസാണ് പഠിക്കാനുള്ളത്. ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ, ഒരു ടൈറ്റിലിനെ ബേസ് ചെയ്തുള്ള കണ്ടീഷനാണ്. ദ പേഴ്സൺ ഹു ഹാസ് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ക്യാൻ ഓൺലി ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ടു ദ അനദർ പേഴ്സൺ ആൻഡ് ദിസ് ഇസ് നോൺ ആസ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. അതായത് ഓണർഷിപ്പുള്ള ഒരാൾക്ക് മാത്രമാണ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്. ദ പേഴ്സൺ ഹു ഡു നോട്ട് ഹാവ് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് കനോട്ട് ട്രാൻസ്ഫർ ദ ഗുഡ്സ് ബെറ്റർ ദാൻ ഓണർ ഓഫ് ദി ഗുഡ്സ്. അടുത്ത വീട്ടിലുള്ള ആളുടെ സാധനം നമുക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഓണർഷിപ്പിലുള്ള സാധനം മാത്രമാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഓണർഷിപ്പ് നമ്മുടേതായിരിക്കണം. അതെവിടെയും പറയേണ്ട ആവശ്യമില്ല. അത് ഇംപ്ലൈഡായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കണ്ടീഷനാണ്. അടുത്തത് സെയിൽ ഡിസ്ക്രിപ്ഷൻ. There is implied condition that the seller should sell the goods equal to the description given by him to the buyer. അടുത്ത് പറയുന്നത് സെയിൽ ഡിസ്ക്രിപ്ഷനാണ്. സെല്ലർ സെല്ലിങ് ടൈമിൽ പറയുന്ന ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണോ ആ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ബയ്യർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വെൻ ദ ബയ്യർ ഹാസ് സീൻ ദ ഗുഡ്സ്, സെയിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ബയ്യർ ആ ഗുഡ്സ് വാങ്ങുന്നതിന് മുൻപ് അയാളത് കാണുമ്പോൾ എന്തൊക്കെയാണോ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഉണ്ടായിരിക്കണം. വെൻ ദ ബയർ ഹാഡ് സീൻ ദ ഗുഡ്സ് ബട്ട് ഹാഡ് ട്രസ്റ്റ് ഓൺ സെല്ലേഴ്സ് വേർഡ്സ്. സെല്ലറുടെ വേർഡ്സിലൂടെയാണ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുക. ആ ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗുഡ്സിൽ ഉണ്ടായിരിക്കണം. അടുത്തത് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ക്യാൻ ബി ഇംപ്ലൈഡ് ഇഫ് ദ ബയർ മേക്ക് ദ പർപ്പസ് നോൺ ടു ദ സെല്ലർ. ഹി റിലൈസ് ഓൺ ദ സെല്ലേഴ്സ് സ്കിൽ ആൻഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് സെല്ലർ ഡീൽ ഇൻ ദ ഗുഡ്സ് ദാറ്റ് ക്യാൻ ഫുൾഫിൽ ദ പർപ്പസ്. ക്വാളിറ്റി ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇംപ്ലൈഡായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. സെല്ലറുടെ സ്കില്ലിലും ജഡ്ജ്മെൻറ്റിലും റിലേ ചെയ്തിട്ടാണ് ബയർ ഗുഡ്സ് വാങ്ങുന്നത്. സോ അതിൻ്റെ ക്വാളിറ്റിയും ഫിറ്റ്നസ്സും ഒരു ഇംപ്ലൈഡ് കണ്ടീഷനായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. സെല്ലർ പറയുന്ന ആ രീതിയിലുള്ള ഡിസ്ക്രൈബ് ചെയ്യുന്നതിനോട് മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ക്വാളിറ്റിയും ഫിറ്റ്നസ്സും ഉണ്ടായിരിക്കണം. ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ കണ്ടീഷൻ ആസ് ടു ഹോൾസം. There is implied condition that goods transfer should be fit for the consumption. It should not contain stones and any other harmful material. അതായത് ഗുഡ്സ് എന്ന് പറയുന്നത് യുണീക്കായിരിക്കണം. അതിൽ മെറ്റീരിയൽസിൽ കൺസംഷൻ ടൈമിൽ അതിൽ പ്രത്യേകിച്ച് എന്താണ് ഹാംഫുള്ളായിട്ടുള്ള ഒരു മെറ്റീരിയലും, അതായത് സ്റ്റോൺസ് പോലെയുള്ള ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സെയിൽ ബൈ സാമ്പിൾ. ചിലപ്പോൾ ചില ഗുഡ്സ് വിൽക്കുന്നത് സാമ്പിൾസിൻ്റെ ബേസിസിലായിരിക്കും. ആ സാമ്പിൾ എന്താണോ കാണിച്ചിട്ടുള്ളത് അത് തന്നെയായിരിക്കണം അതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇംപ്ലൈഡ് കണ്ടീഷൻ ഓൺ ദ പാർട്ട് ഓഫ് സെല്ലർ ദാറ്റ് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഷുഡ് മാച്ച് വിത്ത് ദ സാമ്പിൾ. മാച്ചായിരിക്കണം, സാമ്പിളായിട്ട് മാച്ചായിരിക്കണം. പിന്നെ കണ്ടീഷൻ ആസ് ടു സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. സാമ്പിളിൽ പറയുന്ന പോലെയും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതിനോട് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആയിരിക്കണം സെല്ലർ ആക്ച്വൽ സെയിൽ നടക്കുമ്പോഴും വിൽക്കേണ്ടത്. അടുത്തത് കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി. മെർക്കൻറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിൽസിന്
സെയിൽ നടത്താൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം ഗുഡ്സ്. വർ ഗുഡ്സ് ബോട്ട് ബൈ ഡിസ്ക്രിപ്ഷൻ ഫ്രം ദ സെല്ലർ ഹു ഡീൽ ഇൻ ഗുഡ്സ് ഓഫ് ദാറ്റ് ഡിസ്ക്രിപ്ഷൻ ദർ ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ഗുഡ്സ് ആർ ഓഫ് മെർക്കൻറ്റബിൾ ക്വാണ്ടിറ്റി. അതായത് വ്യാപാരത്തിന് വിൽപ്പനയ്ക്ക് അനുയോജ്യമായ ക്വാളിറ്റിയുള്ള ഒരു ഗുഡ്സ് ആയിരിക്കണം. അത് പ്രത്യേകം ബയ്യർ പറയേണ്ട ആവശ്യമില്ല. അതൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. കമേഴ്ഷ്യലി സെയിലബിൾ ആയിട്ടുള്ള ഗുഡ്സാണ് നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. അതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. ഇപ്പോൾ ഡാമേജുള്ള പ്രോഡക്റ്റുകളൊന്നും ഷോപ്പിൽ വെക്കാൻ പാടില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് വെക്കാൻ പാടില്ല. അങ്ങനെയുള്ളതൊന്നും ബയ്യർ പ്രത്യേകിച്ച് അന്വേഷിച്ച് ഉറപ്പ് വരുത്തേണ്ട കാര്യമില്ല. അത് സെല്ലറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു ഇംപ്ലൈഡ് കണ്ടീഷനാണ്. പിന്നെ ഇംപ്ലൈഡ് വാറണ്ടീസ് ആണുള്ളത്. ഇംപ്ലൈഡ് വാറണ്ടിയിൽ ഫസ്റ്റ് ഇംപ്ലൈഡ് വാറണ്ടി കണ്ടീഷനും വാറണ്ടി എന്താണെന്ന് അറിയാലോ. കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആ ഒരു സ്റ്റിപ്പുലേഷൻ എന്തെങ്കിലും ബ്രീച്ചോ മാൽ പ്രാക്ടീസോ ഉണ്ടെങ്കിൽ ആ ഗുഡ്സ് എന്താണ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം ബയ്യർക്കില്ല. പക്ഷേ ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ ആണ്. സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സ്റ്റേറ്റ്മെൻറ്റിന് അഡീഷണലായിട്ട് വരേണ്ട എലമെൻസുകളാണ്. അപ്പോൾ വാറണ്ടീസിൽ എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഗുഡ്സ് ഒരിക്കലും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഡാമേജസിന് നമുക്ക് ക്ലെയിം മേടിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഇംപ്ലൈഡ് വാറണ്ടി ഓഫ് ക്വയറ്റ് പൊസഷൻ. ദർ ഈസ് ഇംപ്ലൈഡ് വാറണ്ടി ദാറ്റ് ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ബയർ ക്യാൻ ഫ്രീലി യൂസ് ദ ഗുഡ്സ് ആൻഡ് സെല്ലർ ആൻഡ് നോ തേർഡ് പാർട്ടി വിൽ ഗോയിങ് ടു ഇൻ്റർഫിയർ ഇൻ ദ യൂസ് ഓഫ് ദ ഗുഡ്സ്. അതായത് ഒരു ഗുഡ്സ് വാങ്ങിയതിന് ശേഷം അത് പൂർണ്ണ അധികാരത്തോടുകൂടി ഉപയോഗിക്കാൻ ബയ്യർക്ക് പറ്റണം. അതിൻ്റെ ഇടയിൽ മറ്റൊരാൾ അതിൻ്റെ അവകാശവാദവുമായി വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഇംപ്ലൈഡ് വാറണ്ടി ഓഫ് ഫ്രീ ഫ്രം. അതായത് നമ്മളൊരു സാധനം വാങ്ങി അതിന് വേറൊരു അവകാശികളോ അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് ഒരു തേർഡ് പാർട്ടീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവാൻ പാടില്ല. അടുത്ത ഇംപ്ലൈഡ് വാറണ്ടി ഓഫ് ഫ്രീ ഫ്രം എൻകംബറൻസ്. എൻകംബറൻസ് എന്ന് പറയുമ്പോൾ അഡീഷണലായിട്ട് ഒരു ചാർജും ആ ഗുഡ്സിൻ്റെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല. ഗുഡ്സ് പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കണം. ദർ ഈസ് ഇംപ്ലൈഡ് വാറണ്ടി ദാറ്റ് പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ഷുഡ് ബി ഫ്രം എനി ചാർജ് ആൻഡ് ദ ഗുഡ്സ് ഷുഡ് നോട്ട് കെപ്റ്റ് ഇനീഷ്യലി ആസ് പ്ലെഡ്ജ് ഫോർ ദ പെർഫോമൻസ് ഓഫ് പ്രോമിസ് റിപ്പേയിങ് ദ ഡെപ്റ്റ്. അതായത് ഗുഡ്സ് ആർക്കെങ്കിലും പണയം വെച്ചതെടുത്തിട്ടൊന്നും വിൽപ്പന നടത്താൻ പാടില്ല. അതായത് ഇപ്പോൾ ആ ഗുഡ്സ് നമ്മൾ വാങ്ങിയതിന് ശേഷം പിന്നെയും ഇതിൻ്റെ പേരിൽ പൈസ കിട്ടാണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആരും അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അടുത്തത് വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ്. ഈ ട്രേഡിന് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡീലിങ്സിന് പറ്റിയ ക്വാളിറ്റിയും ഫിറ്റ്നസ്സും ഗുഡ്സിന് ഉണ്ടായിരിക്കണം. ക്വാളിറ്റി ഫിറ്റ്നസ് എന്ന് പറയുന്നത് മേ ബി അനെക്സ്ഡ് ബൈ ദ യൂസേജ് ഓഫ് ട്രേഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൽ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. X purchased from some call from Y of a particular quality for some specific purpose. It was held that there was an implied warranty from Y by usage of trade that the call was fit for the purpose. അതായത് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന് ആ ഒരു ക്വാളിറ്റിയും ഫിറ്റ്നസ്സും ഉണ്ടായിരിക്കണം. അത് ഫെയിലിയർ ആവാൻ പാടില്ല. അടുത്ത വാറണ്ടി ആസ് ടു ഡിസ്ക്ലോസ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ആർ ഡേഞ്ചറസ് നേച്ചർ ആൻഡ് ബയർ ഈസ് ഇഗ്നോറൻ്റ് ഓഫ് ദി ഡേഞ്ചർ ഇൻ സച്ച് കേസസ്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നേച്ചറും ആ ഗുഡ്സിന് ഉണ്ടാവാൻ പാടില്ല. ബയ്യർ ഇഗ്നോറൻ്റായി അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള നേച്ചറിനെ കുറിച്ച് ഒരു നോളജിൽ ഉണ്ടാവാത്ത സിറ്റുവേഷനിൽ ദ സെല്ലർ മസ്റ്റ് വാൺ ദ ബയർ ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഡേഞ്ചർ. സെല്ലർ അത് വാൺ ചെയ്യണം. ഇങ്ങനെയുള്ള യൂസേജസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇഫ് ദ സെല്ലർ ഫെയിൽസ് ടു ഡു സോ ഹി വിൽ ബി ലയബിൾ ഫോർ ഡാമേജസ്. അപ്പോൾ അതിൻ്റെ ഉപയോഗമായിട്ട് എന്തെങ്കിലും ഡാമേജസ് ബയ്യർക്ക് സംഭവിച്ചാൽ അതിന് സെല്ലറായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കുക.